നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അള്ളാഹു തആല അദ്ദേഹത്തിന് ശക്തിയും ഖുവ്വത്തും നൽകണം. അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിവാദത്തിൽ ഒറ്റക്ക് പോവുക. ഞാൻ പറഞ്ഞ് വലിയ പിന്നെ ചെറിയ പിന്നെങ്കിലും കൂട്ടായിരുന്നല്ലോ, അതൊന്നും വേണ്ട, അത്രമാത്രം ഒന്നും ഇപ്പോൾ അവരെ ഹിമ്മത്തൊന്നും ഇല്ല, അതുകൊണ്ട് ഉസ്താദ് ദുആ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മജ്‌ലിസ് എടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അന്ന് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല, അത്രയും വേവലാതിയില്ല. കാരണം എന്തുകൊണ്ട്? പേരോടല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത. അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ വന്ന ശംസുലമാണ്. അദ്ദേഹം വന്ന് എനിക്ക് മനസ്സമാധാനമുണ്ട്. ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ്. ഞങ്ങൾ ആ കദമിലാണ്. ആ കദമിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വട്ടൂരികളെ കേട്ടോളി. 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിച്ചുണ്ട്. അല്ല, അവസാനത്തെ പറയാം. ബഹുമാനപ്പെട്ട MA ഉസ്താദ് പറഞ്ഞിട്ട് ഞങ്ങൾ ശംസുൽ ഉലമന്റെ കദമിലാണ് ഞങ്ങൾ എന്ന്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അപ്പുറത്തിരിക്കുന്നുണ്ട്, സുൽത്താനുൽ ഉലമ അപ്പുറത്തിരിക്കുന്നുണ്ട്, എല്ലാ നേതാക്കന്മാരും ഉണ്ട്. ശംസുൽ ഉലമ MA ഉസ്താദിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നു. ആരെ വിഷയത്തിൽ? പേരോട് ഉസ്താദിന്റെ വിഷയത്തിൽ. എവിടെ എൻ്റെ കാട്ടുവളപ്പിലെ കോമാടൻ ഔദക്കുട്ടി, അതുപോലെ കാട്ടുവളപ്പിൽ നൗഷാദും ഞങ്ങളെ കൂട്ടത്തിലായി നിന്ന് ശംസുൽ ഉലമനെ മധു പറയാൻ സമ്മതിക്കലില്ല. ശംസുൽ ഉലമാനെ ചീത്ത പറയാനാണ് ഞങ്ങളെ പിന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് ആ ചങ്ങായി കോമാടൻ ഔദടക്കം ആരോടോ പറഞ്ഞേ. എൻ്റെ നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കളാണ് ഇരിക്കുന്ന സാഹചര്യത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നേതൃത്വം MA ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് പച്ചമണി പറഞ്ഞു ശംസുൽ ഉലമയിൽ മാതൃക ഉണ്ടായിരുന്നു, മറ്റൊരാളെ കൂടെ കൂടാൻ വേണ്ടി നോക്കിയതേനി. പക്ഷെ ഓല മുട്ടുകാരെടുത്ത് ചവിട്ടി പായിപ്പിച്ച്. എന്താ ചെയ്യാം?